ഹായ് ഫ്രണ്ട്സ്. ഹായ്, നമസ്കാരം. ഈ കേരളത്തെ നടുക്കിയിട്ടുള്ള ഒരു കൊലപാതകം, ചെറിയനാട് ഭാസ്കർ കാർണവർ കൊലക്കേസ്, ഷെറിനെ കുറിച്ചിട്ട് അറിയാലോ. കാരണം ആ ഒരു സമയത്ത് മാധ്യമങ്ങളിൽ മൊത്തം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സ്വന്തം അമ്മായച്ചനെ കൊല്ലുകയും കുറെ കോൺസ്പിറസി ഒക്കെ ഉണ്ടായിരുന്നു, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള. അമ്മായച്ചനെ കൊന്നു പറഞ്ഞാൽ ഇവരുടെ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് 4 പേരോളം അവരെല്ലാം കൂടെ ഒരു കോൺസ്പിറസിയിലൂടെ ഈ മനുഷ്യനെ ഭയങ്കര ക്രൂരമായിട്ടാണ് ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയത്. അതിൽ ഒന്നാം പ്രതിയാണ് ഈ ഷെറിൻ. അപ്പൊ ഷെറിൻ ഈ സംഭവം നടക്കുന്നത് 2009 നടക്കുന്നത്. 2010 മാവേലിക്കര കോടതിയാണ് ഇവർക്ക് വധശിക്ഷ നടപ്പാക്കിക്കൊണ്ട് ഉത്തരവിട്ട് ഇവര് അങ്ങനെ ജയിലിലേക്ക് പോവുക. സത്യത്തിൽ നമ്മുടെ ഈ നാട്ടിലെ പണവും സ്വാധീനവും എന്താ പറയാ രാഷ്ട്രീയത്തിൽ പിടിപാടും ഉണ്ടെങ്കിൽ പുറത്തുള്ളതിനെക്കാട്ടിൽ സൗകര്യത്തോടു കൂടി ജയിലിനകത്ത് താമസിക്കാൻ അത് വല്ലതും പറയാറുണ്ട്. അപ്പൊ ഇപ്പം വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സഹതടവുകാരിയായിട്ടുള്ള സുനിത, അവരുടെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. സുനിത മാധ്യമങ്ങളോട് പറയുന്നത് ഞെട്ടിക്കുന്നവരെ വെളിപ്പെടുത്തുകയാണ്. കാരണം ഇവര് അത്യാവശ്യം കാണാനൊക്കെ നല്ല സുന്ദരിയാണ്. ബ്യൂട്ടീഷ്യനാണ് ഷെറിൻ. പിന്നെ ഭർത്താവ് ഗൾഫിലെ കണ്ടാണ്, ഇവരുടെ രണ്ടാമത്തെ മരുമോളെ കണ്ടാണ് ഈ പറയപ്പെടുന്നത്. അപ്പം ഈ ജയിലിനകത്ത് ഇവർക്ക് പിന്നെ മേക്കപ്പ് സെറ്റുകൾ, കണ്ണാടി, പ്രത്യേകം കിടക്കകള്, 3 നേരം ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, നിൽക്കണ്ട VIP പരിഗണനയാണ് അവിടുത്തെ ജീവനക്കാർ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പൊ അന്നുണ്ടായിരുന്ന ADGP ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ സഹതടവുകാരിയായിട്ടുള്ള പ്രദീപ് സാർ അല്ലേ, ഈ സുനിത എന്ന് പറയുന്ന ഇവര് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ആലോചിക്കാം, നമ്മുടെ നിയമവ്യവസ്ഥകൾ ഇത് എങ്ങോട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ. ഇപ്പം അതിനകത്ത് പണവും പ്രതാപം ഈ ഉൾപ്പെടെയുള്ള സംഭവം, പിന്നെ പുറത്തെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അകത്തിറക്കും. പിന്നെ അതിലും ഗൗരവമായിട്ടുള്ള 2-3 വിഷയങ്ങളും കൂടെ ഇവര് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് നമുക്കത് ആ വീഡിയോ അവര് പറയുന്നത് എന്താണെന്ന് കേൾക്കാം അല്ലെ. ഓൾറെഡി നേരത്തെ ഇറങ്ങിയ ആളാ അല്ലെ. അതെ, അവര് പിന്നെ ഒരു കേസിൽ പെട്ടിട്ട് നാളെയാണോ അവർക്ക് നാളെ ജാമ്യമായ അവരുടെ 14 വർഷം ഇപ്പോൾ ഓൾറെഡി ആയി അവരുടെ ശിക്ഷ. സുനിത പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഒരു ഇച്ചിരി ലോങ് വീഡിയോ ആണ്, ഒന്ന് കണ്ടുനോക്കാം. ഞാനൊരു കേസിൽ വിയൂര് വനിതാ ജയിലിൽ കിടന്നിരുന്നത്. അപ്പോൾ വിയൂരിൽ നിന്ന് കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു 2013 അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാർണവർ വധക്കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവർക്ക് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10-15 വരെ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു. സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു. അപ്പോൾ ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ, അവളുടെ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ബിന്ദാസിന് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തു. അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി. ആ സമയത്തും സൂപ്രണ്ട് നടപടിയൊന്നും എടുത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ പരാതി എഴുതിയിട്ടു, അതിന് നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളി പീപ്പിളിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു. പുറത്തേക്ക് പോയി പരാതി. അങ്ങനെ പുറത്തേക്ക് പരാതി പറ്റി കൈരളി പീപ്പിൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു. എന്തൊരു പ്രോഗ്രാം ഉണ്ടായെന്ന് തോന്നുന്നു. അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു. കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത്. എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത്. പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് DAG പ്രദീപ് സാറ്, പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം, ഒരു 3 പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു. DAG എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെയാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി. അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു.
അപ്പോൾ ഞാനതിന് തിരിച്ച് വിവരാവകാശം വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഷെറിൻ കാനോലിക്ക് ജീവപര്യന്തം ശിക്ഷയോടൊപ്പം തന്നെ 392 എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു. അതായത് റോബറി, ഒരു റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൽ പരോള് 2-3 വർഷത്തേക്ക് കൊണ്ട് തടയുന്നുണ്ട്. കാരണം ആ 392 പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസന്റ് റൂൾസിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതേസമയം ജയിലിൽ 1 വർഷത്തിനകം ഷെറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്ക് നടപടി നിർത്തില്ല, പകരം 2 ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി. ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്ഥലം മാറ്റുമ്പോൾ DIG പ്രദീപ് സാറിനടക്കം ജയിലിലത്തെ 1-2 സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു. ഒരു ഷെറിനെ വിയ്യൂർ ജയിലിലേക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തു. പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയ്യൂർ ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാൻ നടന്നില്ല. ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം, ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും പരാതിയൊക്കെ കൊടുത്തു ഞാൻ. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ 14 വർഷത്തെ കാലയളവായിട്ട് ജയിലിൽ കിടക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിലത്തെ സരള മേഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു. പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസമുള്ളൂ എന്നൊക്കെ. കാരണം അപ്പം വെച്ചാൽ 19-20 വർഷത്തിലേറെയായിട്ട് അവിടെ 5-6ഓളം സ്ത്രീ തടവുകാർ എടുക്കുന്നുണ്ട്. പിന്നെ റിമിഷൻ, ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാന്ന് പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല, കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന. അങ്ങനെ വരുമ്പോൾ ഈ 19 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബിനിതാകുമാരി എന്നൊരു പ്രതിയോടെ എടുക്കുന്നുണ്ട്. അവർക്ക് 2 കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ. അപ്പോൾ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ മാനസാന്തരം വന്നൊന്നും ഇപ്പോൾ ഈ ജയിലിൽ ഉപദേശക സമിതി സരള പറയുന്നത്. എന്ത് മാനസാന്തരം വന്നെന്ന് എനിക്കറിയില്ല. ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിപ്പിക്കുക, സ്വന്തം പ്ലേറ്റ് കഴിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുപ്പിച്ചിട്ട് 3 നേരം പുറമെ നിന്നുള്ള ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെറിൻ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരാതൊന്നുമില്ല, ഷെറിൻ ഇറങ്ങിക്കോട്ടെ. പക്ഷേ ഷെറിൻ ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ 19-20 വർഷത്തോളമായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്ര ധൈര്യം സത്യസന്ധമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു, പേരുൾപ്പെടെ വേറെ ലേഡീസിന്റെ പേര് ഉൾപ്പെടെ അവസാനം പറഞ്ഞിട്ടുള്ള ഒരു വളരെ ഡൽഹിയിൽ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണോന്നാ പറയുന്നത്. ഇതുപോലൊക്കെ ചെയ്യാൻ കാരണം ഈ പറയുന്ന ഈ പ്രതി പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ഷെറിൻ സത്യം പറയണമെന്നുണ്ടെങ്കിൽ VIP മുകളിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടുള്ള ഒരാളാണ്. കാരണം അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ട്. പിന്നെ അവർ പറയുന്നു രാത്രി പോയി കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വരത്തുള്ളൂ. അതൊരു ചർച്ചയിലായിരിക്കും, രാത്രി പാതിരാ ചർച്ച നമ്മൾ വേറെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും സുനിത ചേച്ചിക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ഈ ധൈര്യം കാണിച്ചതിന്, ഇവരെ അപായപ്പെടുത്താനും ഇവരെ ജയിലിൽ പിടിച്ച് ഇടാനും വരെ ഭീഷണിയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരിങ്ങനെ തുറന്നു പറഞ്ഞ വേറെ ആർക്കും വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയല്ല, ഷെറിന് വേണ്ടിയല്ല, കൂടെ ഉള്ള സഹ തടവുകാർക്ക് വേണ്ടിയാണ് അപ്പം അത് വലിയൊരു അവർക്ക് വേണ്ടിയാണ് സുനിത പറഞ്ഞത്. എന്താണെങ്കിലും ഇതുപോലുള്ള എന്താ പറയാ സത്യങ്ങൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് പ്രചോദനമാണിത് സുനിത ചേച്ചി ഈ ഒരു ഇതുമായിട്ട് വന്നു. സുനിത ചേച്ചിക്ക് വീണ്ടും നമ്മുടെ ഒരു സല്യൂട്ടുകൾ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ്. സുനിത ചേച്ചിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, ബൈ.